ഫ്യൂച്ചർ ടെൻസിൽ എങ്ങനെയാണ് എസ്സരയുടെ ഉപയോഗം. അതായത് എസ്സര എന്നതൊരു വെർബാണ് അല്ലേ. എസ്സര ഒരു വെർബാണ്. അത് ഫ്യൂച്ചർ ടെൻസിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിനൊരു കോൺജുഗേഷൻ ഫോം ഉണ്ട്. ഈ എസ്സര വെർബിൻ്റെ കോൺജുഗേഷൻ ഫോം ആദ്യം നോക്കാം. അതായത് അത് വരാൻ പോകുന്ന കാര്യങ്ങളാണ്, ഭാവി പ്രവചനങ്ങൾ, നടക്കാൻ പോകുന്ന കാര്യങ്ങൾ, പ്ലാനുകൾ, ഊഹാപോഹങ്ങൾ, ഇതൊക്കെയാണ് നമ്മൾ ഫ്യൂച്ചറിൽ കാണുന്നത്. അതാണ് ഫ്യൂച്ചർ ടെൻസ്. അപ്പോൾ നമ്മൾ എസ്സരയിൽ എങ്ങനെയാണ്. അപ്പോൾ എസ്സര എന്താണ് അതിൻ്റെ അർത്ഥം? എസ്സര ഫ്യൂച്ചർ ടെൻസിൽ വരുന്നത് ഐ വിൽ ബി, ആയിരിക്കും, ആകുന്നു. പ്രസന്റ് ടെൻസ് എങ്ങനെയാ? ആകുന്നു, ആയി, ആയിരിക്കും എന്നാണ് ഫ്യൂച്ചർ ടെൻസിൽ പറയുന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ നോക്കേണ്ടത്? അത് ആയിരിക്കും, ഐ വിൽ ബി അല്ലേ. അപ്പോൾ ഇതിൻ്റെ കോൺജുഗേഷൻ ഫോം നോക്കാം. എസ്സരയിൽ ഫ്യൂച്ചർ ടെൻസിലെ എസ്സരയുടെ കോൺജുഗേഷൻ ഫോം. അപ്പോൾ എസ്സര ഇയോ, മറ്റേത് ഇയോ സോണോ നമ്മൾ പറഞ്ഞത് പ്രസന്റ് ടെൻസിൽ അല്ലേ. അപ്പോൾ ഇതിലെങ്ങനെ പറയും നമ്മൾ? ഇയോ സറോ, ഞാനായിരിക്കും, ഇയോ സറോ. തു സറായ്, ലൂയോർലേ സറ. അവിടെ ഒരു അച്ചേത്തും ഉണ്ട് കേട്ടോ. സറ. നോയ് സറേമോ, വോയ് സറേത്തെ. വോയ് സറേത്തെ എന്നാണ് നിങ്ങളായിരിക്കും. ഐ വിൽ ബി, യു വിൽ ബി. അതായത് ഒന്നുകൂടി ഞാൻ പറയാം, സോറി. ഇയോ സറോ എന്ന് പറഞ്ഞാൽ ഐ വിൽ ബി. തു സറായ്, യു വിൽ ബി. ലൂയോർലേ സറ, ഹി ഓർ ഷീ വിൽ ബി. ഇനി നോ എന്ന് പറയുമ്പോൾ വി, നോ ഈസ് സറേമോ, അപ്പോൾ വി വിൽ ബി. ഇനി വോയ് സറേത്തെ, എങ്ങനെ പറയാ? യു വിൽ ബി. ലോറോ, ലോറോ എന്ന് പറയുന്നത് സറാനോ, അങ്ങനെ പറയും. ദേ വിൽ ബി. അവരായിരിക്കും, ഞാനായിരിക്കും, നീയായിരിക്കും, അവനായിരിക്കും, അവളായിരിക്കും, അല്ലെങ്കിൽ ഞങ്ങളായിരിക്കും, നിങ്ങളായിരിക്കും, അവരായിരിക്കും, ആയിരിക്കും. വരാൻ പോകുന്ന കാര്യങ്ങൾ ആയിരിക്കും, അങ്ങനെ ആയിരിക്കാം, അങ്ങനെ ആയിരിക്കും, ആയിരിക്കാം എന്ന ഊഹാപോഹങ്ങൾ ആയിരിക്കും. ഓക്കെ. അപ്പം എസ്സരയിൽ നമ്മൾ എസ്സര, അപ്പം ഈ ഏതാണ് ഈ കോൺജുഗേഷൻ പോകുമ്പോൾ നിങ്ങൾ ബൈ ഹാർട്ട് പഠിക്കണം. ഇയോ സറോ, തു സറായ്. ഇയോ സറോ, സറോ എന്ന് പറയുമ്പോൾ അണ്ടർസ്റ്റുഡാണ് ഐ, അല്ല ഇയോ. ഇയോ അണ്ടർസ്റ്റുഡാണ്. സറോ വേറെ ഒന്നില്ല, സറോ വരില്ല. സറോ ഇയോയിൽ മാത്രമേ വരുള്ളൂ. അപ്പോൾ സറോ അണ്ടർസ്റ്റുഡാണ്, അല്ല ഇയോ അണ്ടർസ്റ്റുഡാണ് സറോയിൽ. അപ്പോൾ സറോ മാത്രം പറഞ്ഞാൽ മതി. സറോ സ്ഥാങ്കോ, ക്ഷീണിതനായിരിക്കും, ക്ഷീണിതയായിരിക്കും. ഓക്കെ. അവൻ സന്തോഷവാനായിരിക്കും, എങ്ങനെ പറയും? ലൂയി സറ. അപ്പം ലൂയി പറഞ്ഞില്ലെങ്കിലും സറ, അല്ലെങ്കിൽ ലൂയി പറയണം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൂയോർ ലേയിന്ന് സറ വരുന്നത്. അപ്പോൾ ലൂയി സറ ഫെലീച്ചെ, അവ സന്തോഷവാനായിരിക്കും. അപ്പോൾ ഈ ഫോം നിങ്ങൾ പഠിക്കുക. എന്തെന്ന്? ഇയോ സറ, സറോ, തു സറായ്, ആയിരിക്കും ട്ടാ. അർത്ഥം ഐ വിൽ ബി, ആയിരിക്കും. അപ്പോൾ ഇയോ സറോ, തു സറായ്, ലൂയോർ ലേ സറ, നോയ് സറേമോ, വോയ് സറേത്തെ, ലോറോ സറാനോ. അപ്പോൾ സറോ സറേരെ അവിടെ നച്ചേത്തോ, അത് അവിടെ ഉറപ്പിച്ച് തന്നെ പറയണം. ഇനി അവൻ അല്ലെങ്കിൽ അവർ ടയേർഡായിരിക്കും, എങ്ങനെ പറയും? അവരെന്ന് പറയുമ്പോൾ ലോറോ ആണ് അല്ലേ. സറാനോ, മോൾത്തോ, സ്ഥാങ്കോ, സ്ഥാങ്കി. അവരാകുമ്പോൾ എസ്സരയിലാകുമ്പോൾ സ്ഥാങ്കി. മിക്സ്ഡ് ആണെങ്കിൽ, ഇനി പെണ്ണുങ്ങൾ മാത്രമാണ് അവർ എങ്കിൽ സ്ഥാങ്കെ. ഓക്കെ. എസ്സരയിലാണ് ഇത് പറയുന്നതെങ്കിൽ സബ്ജക്റ്റിനെ നോക്കിയിട്ട് വേണം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ. അപ്പം ഇത് എസ്സരയിലാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ ലോറോ സോണോ, അല്ല ലോറോ സറാനോ ഇപ്പം നമ്മൾ ലോറോ പറയുന്നു, പഠിക്കല്ലേ ആദ്യമായിട്ട്. പഠിച്ചൊക്കെ കഴിയുമ്പോൾ നമുക്ക് സറാനോ എന്ന് മാത്രം പറഞ്ഞാൽ മതി, അതിൽ ലോറോ അണ്ടർസ്റ്റുഡ് ആണെന്ന് കേട്ടോ. അപ്പം സറാനോ, മോർത്തോ, സ്ഥാങ്കെ. പെണ്ണുങ്ങളാണെങ്കിൽ, മിക്സ്ഡ് ആണെങ്കിൽ സ്ഥാങ്കി. ഇന്ന് അവരിവിടെ ഉണ്ടായിരിക്കും, എങ്ങനെ പറയും? ഈ സ്തസേരയിൽ, ഇന്ന് സ്തസേരയിൽ അവരിവിടെ ഉണ്ടായി. സറാനോ കുയി സ്തസേര, സറാനോ കുയി സ്തസേര. അവർ സറാനോ എന്ന് പറഞ്ഞാൽ ലോറോ, ലോറോ സറാനോ
കുയി സ്തസേര അവരിവിടെ ഉണ്ടായിരിക്കും. ഇപ്പം നമുക്ക് ലോറോയോ എന്നൊക്കെ പറയാം, പക്ഷെ അതിൽ അണ്ടർസ്റ്റുഡ് ആണ് ഈ സറാനോ എന്ന് പറഞ്ഞാൽ ലോറോ ആണെന്നും സറേമോ എന്ന് പറഞ്ഞാൽ ഞങ്ങളാണെന്നും സറേത്തെ എന്ന് പറഞ്ഞാൽ നിങ്ങളാണെന്നൊക്കെ അണ്ടർസ്റ്റുഡ് ആണ്. ആ തുടക്കത്തിൽ പഠിക്കുമ്പോൾ നമ്മൾ ഈ സബ്ജക്റ്റ് പ്രൊനൗണും കൂടി വെച്ച് പറഞ്ഞാലും തെറ്റില്ല കേട്ടോ. അപ്പം ഇതാണ് നമ്മൾ ഇന്ന്, അതായത് എസ്സര എന്ന വെർബ് ഫ്യൂച്ചർ ടെൻസിൽ ഫുത്തൂരോ സിംപ്ലിച്ചയിൽ എങ്ങനെയാണ് ഉപയോഗിക്കുക. അപ്പോൾ അതിൻ്റെ കോൺജുഗേഷൻ ഫോമാണ് ഞാൻ പറഞ്ഞത്. എന്താണ് ഒന്ന് വെലോച്ച് ഞാൻ പറയാം. സറോ, സറായ്, സറ, സറേമോ, സറേത്തെ, സറാനോ. മനസ്സിലായല്ലോ? ഇതാണ് ഇതിൻ്റെ കോൺജുഗേഷൻ ഫോം. മറക്കരുത്, ഇത് പഠിച്ചിരിക്കണം. ഫുത്തൂരോ സിംപ്ലിച്ചിൻ്റെയാണ്, സിംപ്ലിച്ചെ എന്ന ടെൻസിൻ്റെയാണ് കേട്ടോ. ഓക്കെ, ci vediamo, God bless you, ciao.